ഓപ്പൺഎഐയുടെ ChatGPT എന്ന് പറയുന്ന AI ടൂൾ എല്ലാ ഡൊമൈനിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ChatGPTയോട് നമ്മൾ എന്ത് റിക്വയർമെന്റ് ചോദിച്ചാലും വളരെ കൃത്യമായിട്ട് അത് ആൻസർ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കുറച്ച് കാരണങ്ങൾ ഇതാണ്. ഒന്ന്, ChatGPT ഫസ്റ്റ് വേർഷൻ റിലീസായ സമയത്ത് അവർ പറയുന്നത് ഏകദേശം 7000 ബുക്സിലെ ഡാറ്റ ChatGPT പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സെക്കൻഡ് വെർഷൻ റിലീസായപ്പോൾ ഏകദേശം 40 GB ഡാറ്റയും ഏകദേശം 8000 ഡോക്യുമെന്റ്സും ChatGPT പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ChatGPT 3 വെർഷൻ റിലീസായ സമയത്ത് ഏകദേശം 45 TB ഓഫ് ഡാറ്റ ഇന്റർനെറ്റിൽ നിന്ന് ChatGPT ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT 3യേക്കാൾ 500 ടൈംസ് പവർഫുൾ ആണ് ChatGPT 4 വെർഷൻ എന്നാണ് പറയാം. അപ്പൊ അതുകൊണ്ട് ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളാണ് ChatGPT. ഇപ്പൊ ചോദ്യം ഇതാണ്, പുതിയതായിട്ട് സോഫ്റ്റ്വെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ചിന്തിക്കുന്നത് ChatGPT പോലെയുള്ള AI ടൂളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ChatGPT എന്ന് പറയുന്നത് വെറും ഒരു AI ടൂള് മാത്രമാണ്. അപ്പോൾ ChatGPT എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ പ്രോഗ്രാമേഴ്സ് ആയിരിക്കാം. അപ്പോൾ കോഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമാണ് ChatGPT പോലുള്ള AI ടൂളുകൾ. കാരണം മുമ്പും ഇതുപോലെയുള്ള പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം ജനറേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൈൻഡ് ഉള്ളത് എപ്പോഴും മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും AI ടൂളുകൾക്ക് പ്രോഗ്രാമേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല.